സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10th CBSEയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്സസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലൈഫ് പ്രോസസ്സസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പ്രോസസ്സസ് വിച്ച് മെയിൻറ്റെയിൻ ബോഡി ഫങ്ഷൻ ദാറ്റ് ആർ നെസസറി ഫോർ സർവൈവൽ ആർ കോൾഡ് ആസ് ലൈഫ് പ്രോസസ്സസ്. അപ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ വരുന്ന എല്ലാ പ്രോസസ്സിനെയും ഒരുമിച്ച് നമുക്ക് ലൈഫ് പ്രോസസ്സസ് എന്ന് പറയാം. അതിൽ മെയിനായിട്ട് വരുന്നത് ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഇങ്ങനെ 4 പ്രോസസ്സ് മെയിനായിട്ട് വരാം. ഇതിൻ്റെ ഒരു സിങ്കിലൂടെ മാത്രമേ നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഓർഗാനിസത്തിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഒരുമിച്ച് നമുക്ക് പറയുന്ന പേരാണ് ലൈഫ് പ്രോസസ്സസ് എന്ന് പറയാം. ഇനി ഇതിൽ തന്നെ നമുക്കറിയാം ന്യൂട്രീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓർഗാനിസംസ് ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുന്നു, അത് ഡൈജസ്റ്റ് ചെയ്യുന്നു, അസിമിലേറ്റ് ചെയ്യുന്നു, ബോഡിയിലേക്ക് അസിമിലേറ്റ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ. പിന്നെ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സ് ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ നമുക്ക് അവൈലബിൾ ആവുന്ന നമ്മൾ റെസ്പിറേറ്ററി പ്രോസസ്സിലൂടെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജൻ എടുത്തിട്ടാണ് നമ്മൾ അത് ഓക്സിഡൈസ് ചെയ്യുന്നത്. ആ ഓക്സിഡൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിന് എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഈവൻ അറ്റ് റെസ്റ്റ് നമ്മുടെ ബോഡി നമുക്ക് എനർജി നമുക്ക് ആവശ്യമുണ്ട്. ഈ എനർജി എല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് മെയിനായിട്ട്, അല്ലേ? അപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ന്യൂട്രീഷൻ എന്ന് ചോദിച്ചാൽ ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ന്യൂട്രിയൻസ് ഫ്രം ദ ഫുഡ് ഈസ് കോൾഡ് ആസ് ന്യൂട്രീഷൻ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മെയിൻ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. ഇങ്ങനെ 3 സബ്സ്ട്രേറ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ബൾക്ക് ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് തന്നെയാണ്. പിന്നെ അതല്ലാതെ നമുക്ക് വാട്ടർ, മിനറൽസ് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇനി ന്യൂട്രീഷൻ നമ്മൾ പറയുമ്പോൾ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ന്യൂട്രീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഫീഡിംഗ് എന്നാണ് അതിനെ പറയുക. അതായത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ പ്രോസസ് ഇൻ വിച്ച് ഓർഗാനിസം പ്രൊഡ്യൂസസ് ദെയർ ഓൺ ഫുഡ് ഫ്രം സിമ്പിൾ ഇൻഓർഗാനിക് മെറ്റീരിയൽസ്. മെയിൻലി അത് നടക്കുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ്. നമുക്കറിയാം, ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സം ബാക്ടീരിയ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഫോട്ടോസിന്തസിസ് വഴിയാണ് ഇത് മെയിനായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്ന് ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ ഇൻഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പിന്നെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഗ്രീൻ പ്ലാന്റ്സിൽ കാണുന്ന ക്ലോറോഫില്ലും യൂസ് ചെയ്തിട്ടാണ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതിൽ ഈ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ 6CO2 + 12H2O ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ C6H12O6 + 6H2O + 6O2 ഇത്രയാണ് വരിക. അപ്പോൾ ഈ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഈ എക്സസ് ആയിട്ട് ഗ്ലൂക്കോസ് പ്ലാന്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സസ് ഗ്ലൂക്കോസ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കും ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ചിൻ്റെ ഫോമിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആനിമൽസിലാണെങ്കിൽ അത് ഗ്ലൈക്കോജൻ്റെ രൂപത്തിൽ മസിൽസിലും ലിവറിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും മെയിനായിട്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഇനി ഇതിൽ ഫോട്ടോസിന്തസിസ് തന്നെ മെയിനായിട്ട് 3 സ്റ്റെപ്പായിട്ട് നടക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്കറിയാം അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ദ ക്ലോറോഫിൽ മോളിക്യൂൾ. ഇതിൽ തന്നെ ക്ലോറോഫിൽ മോളിക്യൂൾ ക്ലോറോഫിൽ എ എന്ന് പറയുന്നതാണ് പ്രൈമറി മോളിക്യൂളാണ്. ആ മോളിക്യൂൾ പ്രൈമറി പിഗ്മെൻ്റ് ആണ്. ആ പ്രൈമറി പിഗ്മെൻ്റ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ദ ക്ലോറോഫിൽ മോളിക്യൂൾ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദിസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. കെമിക്കൽ എനർജിയുടെ രൂപത്തിലേക്ക് അത് മാറുന്നു. ഇതിൽ തന്നെ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടറും നടക്കും. അതായത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഈ ഹൈഡ്രജനാണ് പിന്നീട് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ ഇവോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ലൈറ്റ് എനർജിയുടെ കൺവേർഷൻ നടക്കുന്നു കെമിക്കൽ എനർജിയായിട്ട്. പിന്നീട്
വാട്ടറിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നു, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് മോളിക്യൂള് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനൽ സ്റ്റെപ്പ്. അതിൽ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് മോളിക്യൂള് ഫോം ചെയ്യും. അപ്പം നമുക്ക് ഈ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ക്ലോറോഫിൽ മോളിക്യൂൾ, സൺലൈറ്റ്, ഇത്രയും ഇതിൻ്റെ പ്രസൻസിലാണ് നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ ആക്ച്വലി ഫോട്ടോസിന്തസിസ് നന്നായിട്ട് നടക്കില്ല. അപ്പോൾ ഓരോന്നിനും ഇമ്പോർട്ടൻസ് കാണാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് ക്ലോറോഫിൽ എസെൻഷ്യലാണ് വരുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് വേരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെൻ്റ് എന്ന് നമ്മൾ പറയും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേരിഗേറ്റഡ് ലീഫ്, ഒരു പോട്ടഡ് പ്ലാന്റ് എടുക്കുക വിത്ത് വേരിഗേറ്റഡ് ലീഫ്. വേരിഗേറ്റഡ് ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഹാസ് ബോത്ത് ഗ്രീൻ ലീവ്സ് ആൻഡ് ആസ് വെൽ ആസ് വൈറ്റ് പാർട്സ് ഉള്ള ലീഫാണ് ഗ്രീൻ. ഇങ്ങനെ മണി പ്ലാന്റോ കോട്ടൺ പ്ലാന്റോ ഒക്കെ നമുക്ക് എടുക്കാം. ഇങ്ങനെയുള്ളതിൽ ഇവിടെ ഗ്രീൻ പാർട്സ് ഉണ്ട്, അല്ലാതെ വൈറ്റ് പാർട്സും ഉണ്ട്. ഈ ഗ്രീൻ പാർട്സ് ഉള്ള ഭാഗമാണ് ക്ലോറോഫിൽ മോളിക്യൂൾ കാണുക. അപ്പോൾ ഇതിൽ ഈ ഒരു പോട്ടഡ് പ്ലാന്റ് എടുത്തിട്ട് ഇതിൽ നിന്നൊരു ലീഫ് എടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഈ പോട്ടഡ് പ്ലാന്റിനെ ഡാർക്ക് റൂമിൽ വെക്കുക, ഒരു 3 days വെക്കുക. സോ ദാറ്റ് ഓൾ ദ സ്റ്റാർച്ച് ആർ യൂസ്ഡ്, എല്ലാം ആ സ്റ്റാർച്ച് മുഴുവനായിട്ട് യൂസ് ചെയ്യും. അതിനുശേഷം പിന്നെ പ്ലാന്റിനെ നമ്മളൊരു 6 hours ലൈറ്റിൽ വയ്ക്കാം. അപ്പോൾ എഗെയിൻ ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി അതിൽ നിന്നൊരു ലീഫ് എടുക്കുക, പ്ലാന്റിൽ നിന്നൊരു ലീഫ് എടുത്തിട്ട് നമ്മൾ ബോയിൽ ചെയ്യുക, വാട്ടറിലിട്ടിട്ട് ബോയിൽ ചെയ്യുക. പിന്നീട് അതിന് ആൽക്കഹോൾ സൊല്യൂഷനിൽ ഇടുക. ഈ ആൽക്കഹോൾ സൊല്യൂഷനിൽ ഇടുമ്പോൾ ആൽക്കഹോൾ ബ്രേക്സ് ദ സെൽ വാൾ ഓഫ് ദി പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വാൾ ബ്രേക്ക് ചെയ്യും. ക്ലോറോപ്ലാസ്റ്റ് ബ്രേക്ക് ക്ലോറോഫിൽ മോളിക്യൂള് ആ സൊല്യൂഷനിലേക്ക് ഇരിക്കും. അപ്പോൾ ആ ലീഫിൽ നമുക്ക് ഒട്ടും ക്ലോറോപ്ലാസ്റ്റ് കാണാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് അയഡിനാണ്. അയഡിൻ ടെസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. സ്റ്റാർച്ചിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് അയഡിൻ. സ്റ്റാർച്ചിൻ്റെ പ്രസൻസിൽ അയഡിൻ ബ്ലാക്ക് കളർ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആ ലീഫ് എടുത്തിട്ട് നമ്മളൊരു അയഡിൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഒന്നുമില്ല, സ്റ്റാർച്ച് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് കളർലെസ് ആയിട്ട് തന്നെ കാണാം. അതേസമയം ആ സൊല്യൂഷൻ, നമ്മൾ ആ ഡിപ്പ് ചെയ്ത സൊല്യൂഷനിൽ നമുക്ക് സ്റ്റാർച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാനായിട്ട് സാധിക്കും? ബ്ലാക്ക് കളർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലീഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ഏരിയയിൽ മാത്രമാണ് നമുക്ക് സ്റ്റാർച്ച് ഫോം ചെയ്യുള്ളൂ. ആ ഭാഗം നമുക്ക് ബ്ലാക്ക് കളറിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് എന്താ മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്ലോറോഫിൽ ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടി ക്ലോറോഫിൽ മോളിക്യൂൾ അത്യാവശ്യമുള്ള. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളൊരു എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് നോർമലി നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് എടുക്കുക പ്ലാന്റ്സ്. അപ്പോൾ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമീറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്ന സ്റ്റൊമീറ്റ എന്ന് പറയുന്ന പോഴ്സ് കാണാനായിട്ട് സാധിക്കും ലീഫിൻ്റെ അപ്പർ സർഫസിലും ആസ് വെൽ ആസ് ഓൺ ദ ലോവർ സർഫസ്. So these pores are called as tiny pores seen on the leaves are called as stomata. ഈ stomatal opening control ചെയ്യാൻ വേണ്ടിയിട്ട് there are guard cells. Guard cells എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. ഈ guard cells ബീം ഷേപ്പ് അല്ലെങ്കിൽ കിഡ്നി ഷേപ്പ് സെൽസ് ആണ്. വാട്ടർ വന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഗാർഡ് സെൽസിൽ വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ദ ഗാർഡ് സെൽസ് ഇറ്റ് ബിക്കംസ് ടർജിഡ് ആയിട്ട് മാറും ആൻഡ് ദ സ്റ്റൊമേറ്റ ഓപ്പൺസ്. ആൻഡ് പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ സ്റ്റൊമേറ്റൽ പോറ് ക്ലോസ് ചെയ്യും. മെയിനായിട്ടുള്ള സ്റ്റൊമേറ്റയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷൻ തന്നെയാണ്. എക്സസ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ഇൻ ദ ഫോം ഓഫ് വേപ്പർ ത്രൂ ദീസ് പോർസ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ട്രാൻസ്പിറേഷൻ. Gaseous exchange also takes place through these pores. So carbon dioxide enters through these pores and അങ്ങനെ പ്ലാന്റ്സിന് അവൈലബിൾ ആവുന്നു. ആക്ച്വലി ലീഫിൽ തന്നെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇനി ലീഫിലൂടെ മാത്രമല്ല കേട്ടോ ഇത് നടക്കുക, എക്സ്ചേഞ്ച് നടക്കുക. സർട്ടൻ യങ് സ്റ്റെമ്മിലൂടെ ഒക്കെ നമുക്ക് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ലെൻറ്റി സെൽസ് എന്നൊക്കെ പറയും. റൂട്ടിലൂടെ നടക്കുന്നുണ്ട്, റെസ്പിറേറ്ററി റൂട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് വാട്ടറാണ്. വാട്ടർ നമുക്ക് അവൈലബിൾ ആവുന്നത് സോയിലിൽ നിന്ന് തന്നെയാണ്. സോയിലിൽ നിന്നുള്ള വാട്ടർ
പ്ലാന്റ്സ് റൂട്ട് സിസ്റ്റം വഴി അബ്സോർബ് ചെയ്യുന്നു, സൈലം വെസൽസിലൂടെ അത് ലീഫിലെത്തുന്നു. അങ്ങനെ ആ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഹോൾ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എസെൻഷ്യലാണെന്ന് പറയുന്ന വേറൊരു എക്സ്പെരിമെൻറ്റും കൂടെയുണ്ട്. ദാറ്റ് ഈസ് KOH വെച്ചിട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. ഇതനുസരിച്ചിട്ട് നമുക്ക് 2 പോട്ടഡ് പ്ലാന്റ് എടുക്കുക. ഇതിൽ 2 പോട്ടഡ് പ്ലാന്റും ഒരു കീപ് ഇറ്റ് ഇൻ ഡാർക്ക് ഫോർ 3 days. അഗെയിൻ നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് റൂമിൽ വെക്കുന്നു. അതിനുശേഷം അതിനെ വീണ്ടും ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെച്ചിട്ട് 2 പോട്ടഡ് പ്ലാന്റും നമ്മൾ സൺലൈറ്റിൽ വെക്കുക. അതിനുശേഷം ഒരു ബെൽ ജാർ വെച്ചിട്ട് നമ്മളത് കവർ ചെയ്തിട്ട് വാസ്ലിൻ വെച്ചിട്ട് എയർ ടൈറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ എയർ ടൈറ്റ് ആക്കി മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പ് ഒരു പോട്ടഡ് പ്ലാന്റിൽ നമുക്ക് ആ ബെൽ ജാർ വെച്ച് അടച്ചു വെച്ചിരിക്കുന്ന ആ പോട്ടഡ് പ്ലാന്റിലേക്ക് നമുക്ക് KOH വെച്ചിട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അത് ഒരു പോട്ടഡ് പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ട് ബെൽ ജാർസ് വെച്ചിട്ട് കവർ ചെയ്യാം. വാസ്ലിൻ വെച്ചിട്ട് എയർ ടൈറ്റ് ആക്കുകയും ചെയ്യാം. ഇതിൽ ഇപ്പം നമ്മൾ ആദ്യത്തെ പോട്ടിലാണ് നമ്മൾ KOH വെച്ചിരുന്നുണ്ടെങ്കിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു. സോ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവില്ല. സോ ഫോട്ടോസിന്തസിസ് നമുക്ക് ശരിയായിട്ട് നടക്കാനായിട്ട് സാധിക്കും. സോ ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഫോട്ടോസിന്തസിസ് നടന്നത് KOH വയ്ക്കാത്ത പോട്ടഡ് പ്ലാന്റിലായിരിക്കും. കാരണം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിന് എസെൻഷ്യൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വരുന്ന ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ട് ആനിമൽസാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ജീവികളാണ് ആനിമൽസ്. മെയിനായിട്ട് ഫഞ്ചൈ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ജീവികൾ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡിപ്പെൻഡ് അപ്പോൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. മെയിനായിട്ട് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. ഈ ടൈപ്പ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ 3 ടൈപ്പ് വരാം: സാപ്രോഫൈറ്റിക്, പാരസിറ്റിക് ആൻഡ് ഹോളോസോയിക്. ഇതിൽ സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ഓൾറെഡി ഡെഡ് സെൽസ് അല്ലെങ്കിൽ പുറത്ത് കാണുന്ന അഴുകിയ വസ്തുക്കളിൽ നിന്നുള്ള അത് ഡയറക്റ്റ് ആയിട്ട് ഓർഗാനിക് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് മെയിനായിട്ട് ബാക്ടീരിയ, ഫഞ്ചൈ പോലുള്ള ജീവികളാണ്. അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തു അഴുകുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് ബാക്ടീരിയൽ ആക്ഷൻ വഴി തന്നെയാണ്. ദീസ് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ന്യൂട്രീഷൻ ഫ്രം ദ ഹോസ്റ്റ് ബോഡി. അതിൽ പാരസൈറ്റും ഹോസ്റ്റും ഉണ്ടായിരിക്കും. പാരസൈറ്റ് ലിവ്സ് ഇൻ ദ ഹോസ്റ്റ് ബോഡി ആൻഡ് ഡിറൈവ് ന്യൂട്രീഷൻ വിത്തൗട്ട് കില്ലിങ് ദ ഹോസ്റ്റ് ഓർഗാനിസത്തിനെ കൊല്ലാതെ തന്നെ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫുഡ് അബ്സോർബ് ചെയ്യാനുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടാവുന്ന എൻഡോ പാരസൈറ്റ്സ്, എക്ടോ പാരസൈറ്റ്സ് 2 തരത്തിലുണ്ട്. ഉള്ളിൽ ജീവിക്കുന്ന പാരസൈറ്റ്സിന് നമ്മൾ എൻഡോ എന്ന് പറയും, പുറമെ ജീവിക്കുന്നതിന് എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ എക്ടോ പാരസൈറ്റ്സ് മെയിനായിട്ട് വരുന്നത് നമുക്ക് ടിക്സ്, മൈറ്റ്സ്, ലൈസസ് ഒക്കെയാണ് സാധാരണ വരിക. എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുന്ന മറ്റ് വേംസ് റിസൈഡിങ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി ആസ് വെൽ ആസ് ഇൻ അതർ ആനിമൽസ്. സർട്ടൺ വേംസ്, ഹുക്ക് വേം, അങ്ങനെയുള്ള വേംസ് ഒക്കെയാണ് അതിൽ മെയിനായിട്ട് വരിക. ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ, ദാറ്റ് ഈസ് പാരസൈറ്റിക്. ഈ ഹോളോസോയിക് ന്യൂട്രീഷൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെ നടക്കുന്ന പ്രോസസ്സിൽ തന്നെ ഫുഡ് ഈ ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെ ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽസ് ദാറ്റ് ഈസ് ഇൻജസ്റ്റഡ് through the mouth and digestion occurs inside the stomach as well as in the intestine. പിന്നെ അത് അസിമിലേറ്റ് ചെയ്യുന്നു, പിന്നീട് എക്സ്ക്രീറ്റ് ചെയ്യുന്നു. വേസ്റ്റ് മെറ്റീരിയൽസ് ആർ എക്സ്ക്രീറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി. അത്തരം ന്യൂട്രീഷനെ നമ്മൾ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയും. അപ്പോൾ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പായിട്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് 3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വരുന്നത് ഈ പ്ലാന്റ്സിലുമുണ്ട്
എങ്ങനെയാണ് ചെറിയ ചെറിയ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് ന്യൂട്രീഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് സിംഗിൾ സെൽഡ് ഓർഗാനിസം നമുക്കറിയാം അമീബ, പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് അമീബ, പാരമീസിയം പോലുള്ള ജീവികളിലൊക്കെ. അപ്പോൾ ഇതിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസം അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ആകുമ്പോൾ ഇതിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ നടക്കുന്നത്? അവർക്ക് ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല, ഒരു സിംഗിൾ സെൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യാം, അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യാനും സാധിക്കും. ഇൻ ദ കേസ് ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് നമുക്കറിയാം കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് ബോഡി, മോർ ദാൻ വൺ സെൽ. സോ ഒരുപാട് സെർട്ടൻ ഓർഗനൽസ് ആർ നീഡഡ് ഫോർ ഈ ഫങ്ഷന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അമീബയിലൊരു കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അമീബയിൽ ഒരു സിംഗിൾ സെല്ലാണ്, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. സോ ദ ഔട്ടർ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ മീനിങ്സ് ഫോൾസ് ഫീഡിങ്. അപ്പോൾ ഈ സ്യൂഡോപോഡിയ വഴിയാണ് അത് ഫീഡ് ചെയ്യുന്നത്. സ്യൂഡോപോഡിയ ഒരു ഫുഡ് മെറ്റീരിയൽസ് വരികയാണെങ്കിൽ അതിനെ കവർ ചെയ്തിട്ട് വന്നിട്ട് ഒരു ഫുഡ് വാക്യൂള് ഫോം ചെയ്യുന്നു. അത് ഡയറക്റ്റായിട്ട് സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ദെൻ എക്സ്ക്രീറ്റഡ് വേസ്റ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി വേസ്റ്റ് അത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി തന്നെ എലിമിനേറ്റ് ചെയ്യും. ഇനി പാരമീസിയത്തിൻ്റെ കേസിലാണെങ്കിൽ ദേ ഹാവ് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ്, ഇതുപോലെ തന്നെ ഫീഡിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് സിലിയ എന്ന് പറയും, ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് സീൻ ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. പാരമീസിയത്തിനെ നമ്മൾ സ്ലിപ്പർ ആനിമൽക്യൂൾ എന്നൊക്കെ പറയും. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റിംഗ് ഓഫ് ദ സിലിയ ക്രിയേറ്റ്സ് വാട്ടർ മൂവ്മെൻറ്റ്സ്. അങ്ങനെ ഫുഡ് ഓറൽ ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ മൗത്ത് ഹോളോസോയിക് ന്യൂട്രീഷനാണ് അവിടെ കാണുന്നത്. അമീബയുടെ പോലെയല്ല കാണുക, ഹോളോസോയിക് ന്യൂട്രീഷനാണ്. ഒരു മൗത്ത് ഓറൽ ഗ്രൂപ്പ് ഉണ്ട്, അതുവഴി സ്റ്റൊമക്കിലെത്തുന്നു, സ്റ്റൊമക്ക് പോലൊരു സ്ട്രക്ചറിലെത്തുന്നു. ആൻഡ് ഡൈജഷനും ഇൻജക്ഷനും ഒക്കെ നടന്ന് ഇൻജക്ഷൻ, ഡൈജഷൻ, അസിമിലേഷൻ ഒക്കെ നടന്ന് എക്സ്ക്രീറ്ററി വേസ്റ്റ് ഇതിലൂടെ തന്നെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൻ്റെ കേസിൽ ഈ ന്യൂട്രീഷൻ നമ്മൾ പഠിച്ചു. ഈ അമീബയിൽ നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയും. എൻഗൾഫിംഗ് ദ ഫുഡ് എന്നാണ് അർത്ഥം. ഇനി അടുത്തതായിട്ട് നമുക്ക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിലുള്ള ന്യൂട്രീഷനാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ്സ്, ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. സോ താങ്ക് യു.